ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് മാപ്പ് എൻട്രീസ് മെത്തേഡിനെ കുറിച്ചാണ്. മാപ്പ് എൻട്രീസ് മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ മാപ്പിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ വാല്യൂസിനും ഒരു പ്രത്യേകം കീ, ഒരു ഓർഡറിലായിട്ട് ഓരോന്നിനെയും കീ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഈ എൻട്രീസ് എന്ന് ഉപയോഗിക്കുന്നത്. അതായത് ഒന്നാമത്തതിന് നമുക്ക് 1 എന്ന വാല്യൂവും, രണ്ടാമത്തിന് നമുക്ക് 2 എന്ന വാല്യൂവും, മൂന്നാമത്തിന് നമുക്ക് 3 എന്ന വാല്യൂവും, ഇങ്ങനെ ഓരോന്നിനെയും നമുക്ക് എന്ത് ചെയ്യാണ് സെപ്പറേറ്റ് ഓരോ വാല്യൂസായിട്ട് നമുക്ക് ഇൻസർട്ടേഷൻ ഓർഡറിൽ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാപ്പ് എൻട്രീസ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് വരുന്നാൽ മാപ്പ് ഒബ്ജക്റ്റ് ഡോട്ട്, അതായത് മാപ്പിൻ്റെ ഒബ്ജക്റ്റ് നെയിം എന്താണോ അത് ഡോട്ട് എൻട്രീസ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മൾ മുമ്പ് ചെയ്ത അതേ രൂപത്തിൽ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത കോഡിനുള്ളിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മാപ്പ് എൻട്രീസിലേക്ക് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളെ മാപ്പിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഡോട്ട് ഇട്ടതിന് ശേഷം എൻട്രീസ് എന്നിട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഓരോ വാല്യൂസും നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്നിട്ടതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഇതിനൊരു പേര് കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ LTR എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈക്വൽ ടു മാപ്പ് എൻട്രീസ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് LTR, അതായത് നമ്മളിതിന് ചേർത്ത് കൊടുത്ത പേര് ഡോട്ട് അതിനുശേഷം നെക്സ്റ്റ്, അതിലത്തെ ഒരു വാല്യൂ ആണ് നമുക്കിവിടെ ആക്സസ് ചെയ്യേണ്ടത്. ഡോട്ട് വാല്യൂ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വാല്യൂ ഏതാണോ അതും വിത്ത് നമ്മളവിടെ കൊടുത്ത മാപ്പിൻ്റെ ഉള്ളിലത്തെ ആ ഒബ്ജക്റ്റിൻ്റെ വാല്യൂവും നമുക്കിവിടെ കാണിച്ചു തരും. പുതിയ ലൈന് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് BR ചേർത്ത് കൊടുത്തു. ഇങ്ങനെ എത്ര വാല്യൂ ആണോ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ വന്ന് 1 by 1 ആയിട്ട് നമ്മളിതുപോലെ ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതൊരു പേര് കൊടുത്ത് സേവ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാൻ, അപ്പോൾ ഞാനിവിടെ വന്ന് നമ്മൾ ഇവിടെ റൺ ചെയ്യിപ്പിക്കുന്ന ഭാഗം എടുത്താൽ ഒന്നാമത്തതിന് 1, HTML 2, CSS 3, JS ഈ രൂപത്തിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, അപ്പോൾ ഇതേ വർക്ക് തന്നെ നമുക്ക് ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഫോർ ലൂപ്പ് വെച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും നമ്മളെ കോഡ് ഇവിടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഈ വരുന്ന ഭാഗം നമ്മളിവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഫോർ ലൂപ്പ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. മുകളിലുള്ള ഭാഗം അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ വന്ന് 4 എന്നിട്ടതിന് ശേഷം ഈക്വൽ ടു, അതിനുശേഷം നമ്മളിവിടെ വന്ന് I ഈക്വൽ ടു 0 എന്ന് ചേർത്ത് കൊടുത്തു. ഇനി I ലെസ് ദാൻ ഓർ ലെസ് ദാൻ, എന്നിട്ട് മാപ്പിൻ്റെ സൈസ് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്തെടുക്കണം. അപ്പം മാപ്പ് സൈസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഓരോ തവണ ഇത് I എന്നുള്ളത് ഇൻക്രിമെൻറ്റ് ചെയ്ത് തരണം. അപ്പോൾ I++ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ആദ്യം തന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ മുകളിൽ കൊടുത്ത LTR എന്ന് ചേർത്തു. അതിനുശേഷം നെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് ഒരു വാല്യൂ എന്നിട്ട് കൊടുത്തു. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നമുക്ക് പുതിയൊരു ലൈന് വരാൻ വേണ്ടി ഇവിടെ വന്ന് ജസ്റ്റ് BR എന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് BR എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊരു പേര് കൊടുത്തിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഞാനിത് സേവ് ചെയ്തു. ഇത് നമുക്കൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അതേ ആൻസർ തന്നെയാണ് നമുക്ക് ഈ രൂപത്തിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ നമുക്ക് മാപ്പ് എൻട്രീസ് ഉപയോഗിക്കാമെന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ 2 എക്സാമ്പിൾ ചെയ്യാം എന്നതിനെ കുറിച്ചുമാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.